ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഞാൻ ഇന്ന് എടുക്കാമെന്ന് വെച്ച സബ്ജക്റ്റ് റിലേറ്റഡ് ടു ഏവിയേഷൻ തന്നെയാണ്. എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏവിയേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇപ്പോഴും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫേക്ക് ഇൻ്റർവ്യൂ കോൾസിനെ പറ്റി. സോ ദർ ആർ ലൈക്ക് ജോബ് വേക്കൻസീസ്, ഫേക്ക് ആയിട്ടുള്ള ജോബ് വേക്കൻസീസും ഫേക്ക് ആയിട്ടുള്ള ജോബ് ഇൻ്റർവ്യൂ കോൾസും ഒത്തിരി കാൻഡിഡേറ്റ്സിന് വരുന്നതായിട്ടുള്ള മെസ്സേജുകളും അവരെന്നോട് ചോദിക്കാറുമുണ്ട്. ഇതിപ്പോൾ എന്നോട് മാത്രമല്ല, ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് മിക്ക സ്റ്റാഫുകൾക്കും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇത് ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കോളാണോ, ഫേക്ക് ആയിട്ടുള്ള ജോബ് വേക്കൻസി ആണോ. അപ്പോൾ ഇത് എളുപ്പത്തിന് അറിയാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് അവരെല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ റിലേറ്റഡ് ടു ഈ സെയിം സബ്ജക്റ്റിനെ പറ്റി തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന്. സോ അങ്ങനെയാണ് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വന്നത്. ഗൂഗിളിൽ ജോബ് വേക്കൻസീസ് ഇൻ ഏവിയേഷൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ വെബ്സൈറ്റുകൾ കാണിക്കും, വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ള കുറേ വെബ്സൈറ്റുകൾ. സോ ഇത് ഗൂഗിളിനും അറിയില്ല, നമുക്കും അറിയില്ല ഇത് ഫേക്ക് ആണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഗൂഗിളിന് പോലും അറിവുണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏവിയേഷനിലേക്ക് കയറാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾ ഗൂഗിളിൽ പോയിട്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്യും, ജോബ്സ് ഇൻ ഏവിയേഷൻ, ലൈക്ക് വേക്കൻസീസ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള വെബ്സൈറ്റ്സ് എല്ലാം വരും. സോ ഈ വെബ്സൈറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണോ ഫേക്ക് ആണോ കറക്റ്റ് ആണോ എന്നൊന്നും അറിയാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. സോ ഇത് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റിൽ കയറി ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് കോൾ വരും. ആ കോളിൽ ഇവർ സെലക്റ്റഡ് ആയെന്നും പറഞ്ഞിട്ടായിരിക്കും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ലൈക്ക് കോൾ വന്നു കഴിയും. സോ ഈ കോള്, ആഫ്റ്റർ ദാറ്റ് കോൾ ഇവർക്ക് പിന്നെ കിട്ടുന്നത് ഒരു ജോബ് ഓഫർ ലെറ്റർ ആയിരിക്കും. മെയിൽ വഴി ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നു. ഇത് കണ്ടു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആകുന്നു. ഓക്കെ, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി, പിന്നെ ജോബ് കിട്ടി എന്നുള്ളൊരു അതിലേക്ക് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ഇവർ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ വരുന്ന ജോബ് ലെറ്റേഴ്സ്, ഓഫർ ലെറ്റർ, ഈ വരുന്ന കോളുകൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നിന്നാണോ വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് എയർലൈൻസ് ആണെങ്കിലും എയർലൈൻസിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരുന്ന ഓഫർ ലെറ്റർ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റ്ലി ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്നും മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ. ആൻഡ് നിങ്ങൾ ഒരു കാരണവശാലും ഡയറക്റ്റ്ലി കയറിയിട്ട് ജോബ്സ് ഇൻ ഏവിയേഷൻ എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അടിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെയല്ല ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അതാത് എയർലൈൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ വെബ്സൈറ്റ് ഏതാണോ അതിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇൻഡിഗോ ആണെന്നുണ്ടെങ്കിൽ www.indigo.com എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കരിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ജോബ് വേക്കൻസീസ് ഏതൊക്കെയാണ് അവൈലബിൾസ് ആയിരിക്കുക എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എമിറേറ്റ്സിലും ഖത്തർ എയർവേസിലും മിക്ക എയർലൈൻസിലും ഇങ്ങനെ തന്നെയായിരിക്കും കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പാർട്ട് മാത്രം ആയിരിക്കില്ല, ഒരു സെക്ഷൻ മാത്രമല്ല അവിടെ ഇൻ്റർവ്യൂ ഉണ്ടാവുക. അവിടെ എയർലൈൻസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 5 to 6 സ്റ്റെപ്സ് ഓൾറെഡി ഉണ്ടാകും. മനസ്സിലായോ? സോ ഈ 5-6 സെക്ഷൻസ് എല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ക്യാബിൻ ക്രൂസിൻ്റെ ഇൻ്റർവ്യൂ, ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസും ഒരിക്കലും ഓൺലൈൻ ആയിരിക്കില്ല. അവരുടെ ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോട്ടൽസ് വെച്ചിട്ടായിരിക്കാം ഈ ഇൻ്റർവ്യൂസ് നടത്തുന്നത്. അതുപോലെ തന്നെ ജോബ് ലൈക്ക് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂസും ഓൺലൈനായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എയർപോർട്ടിൽ നിന്നും നടത്തുന്ന, ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോയിട്ടും ഡയറക്റ്റ് റെപ്യൂട്ടഡ് ഹോട്ടൽസിലും വെച്ച് നടത്തുന്ന ഇൻ്റർവ്യൂസ് ഗ്രൗണ്ട് സ്റ്റാഫിനും ഉണ്ട്. പക്ഷേ ഓൾവേസ് ശ്രദ്ധിക്കുക, ക്യാബിൻ ക്രൂസ് ആണെന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂസിന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ വെച്ചിട്ട് മാത്രമേ അവർ ഇൻ്റർവ്യൂസ് നടത്തത്തുള്ളൂ. അത് ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ആയിരിക്കും. പിന്നെ ഒരു കാരണവശാലും ആഫ്റ്റർ ഇൻ്റർവ്യൂ നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷ് മേടിക്കില്ല. ഒരു എയർലൈനും പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് മേടിക്കില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് മെഡിക്കൽസ് ഉണ്ടാകും. ഈ മെഡിക്കൽ എല്ലാം നിങ്ങൾ ഫിറ്റാണ്, അത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരത്തുള്ളൂ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പേയ്മെൻ്റ് ഇല്ല, ഒരു എയർലൈൻസും നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് മേടിക്കത്തില്ല. അതുപോലെ തന്നെ
ആഫ്റ്റർ മെഡിക്കൽസ് മാത്രമേ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടത്തുള്ളൂ. സോ ഈ 5-6 സെക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ക്ലിയറൻസ് ഉണ്ട്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കോൾസിലോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിലോ പോയി ചാടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയാവുന്ന സ്റ്റാഫിനോടോ ഇതിനെപ്പറ്റി റിലേറ്റഡ് ടു ഏവിയേഷനെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരോട് പോയിട്ട് നിങ്ങൾ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തുക. ക്ലാരിഫിക്കേഷൻ ചെയ്യാണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് എൻഗേജ്ഡ് ആവാതിരിക്കാനായിട്ട് നോക്കുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ഇവർക്ക് അതാത് എയർലൈൻസിന് അക്കൗണ്ട്സ് ഉണ്ടാകും. സോ ഇവർക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവർ പോസ്റ്റ് ഇടും. അതായത് ഈ വേക്കൻസീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ എയർലൈൻസും അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടും. ആൻഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അവർ പോസ്റ്റ് ഇടും. ഈ ഫെയർ ഇന്ത്യയൊക്കെ ആണെങ്കിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇവർ ആ വേക്കൻസീസിലേക്കായിരിക്കും പോകുന്നത്. സോ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ചെന്ന് ചാടാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാവുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ നമുക്കത് കണ്ടാൽ മനസ്സിലാകും ഇത് ഒഫീഷ്യലായിട്ടുള്ള, ഇത് ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണോ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാക്സിമം പോകാതെ ചെന്ന് ചാടാതിരിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എയർലൈൻസും അവർക്ക് ഏതൊക്കെ വേക്കൻസീസ് ആണ് അവൈലബിൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇൻഡിഗോ ആണെങ്കിലും എല്ലാ എയർലൈൻസും. സോ ഞാൻ എയർ ഇന്ത്യ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അവർക്കൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങൾ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ആൻഡ് അവർക്ക് എല്ലാ എയർലൈൻസിൻ്റെ അക്കൗണ്ടിലും അവരുടെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ അത് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും റിലേറ്റഡ് ടു ഏവിയേഷനിലേക്ക് കയറാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്ന് എൻഗേജ്ഡ് ആവാതിരിക്കാൻ നോക്കുക. മാക്സിമം അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.